മടിയിൽ കനമില്ലാത്തവർക്ക് വഴിയിൽ ഭയക്കേണ്ടതില്ല നിയമസഭയിലും പൊതുവേദികളിലും ആവർത്തിച്ച് പ്രഖ്യാപിച്ച പ്രശസ്തമായ വാചകമാണിത്. എന്നാൽ ഇന്ന് ഈ വാക്കുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അണികളെയും ഒരുപോലെ വേട്ടയാടുകയാണ്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽസ് ലിമിറ്റഡ് CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ IT കമ്പനിയായ എക്സാ ലോജിസ്റ്റിക്കും കൈപ്പറ്റിയ പണത്തെ ചൊല്ലിയുള്ള വിവാദം കേവലം ഒരു ആരോപണമല്ല, മറിച്ച് കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ അന്വേഷണ നിഴലിലാണ് നേതാക്കളുടെ മക്കൾ. കോടികളുടെ അഴിമതി ആരോപണം നേരിടുമ്പോൾ തെരുവിൽ ചോര ചിന്തേണ്ടി വരുന്നത് സാധാരണക്കാരായ അണികൾക്ക് മാത്രമാണോ? എന്താണ് ഈ മാസപ്പടി കേസിന്റെ യഥാർത്ഥ വസ്തുതകൾ പരിശോധിച്ചാൽ വീണ വിജയന്റെ എക്സാ ലോജിസ്റ്റിക് സൊല്യൂഷൻസ് എന്ന ഏകാംഗ കമ്പനി IT കൺസൾട്ടൻസി സേവനങ്ങൾ നൽകാതെ CMRL കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ വ്യാജ കരാറുകളിലൂടെ കൈപ്പറ്റി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO എന്നിവയുടെ കണ്ടെത്തൽ. ഇതിനു പുറമെ CMRL MD ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായും എക്സാ ലോജിസ്റ്റിക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കേസിന്റെ വ്യാപ്തി അവിടെയും തീരുന്നില്ല. CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ വ്യാജ ചെലവുകളും കാണിച്ച് കള്ളപ്പണം വെളുപ്പിച്ചതായും വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയതായും ED വ്യക്തമാക്കുന്നു.